ജന്മനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസമെന്ന് നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് 24 പറഞ്ഞു. പി വി അൻവറിന്റെ UDF പ്രവേശനത്തിൽ ഉത്കണ്ഠയില്ല എന്നും പറയുകയാണ് സ്വരാജ്. പി വി അൻവർ മത്സരിക്കുകയാണെങ്കിലും നിലമ്പൂരിൽ ഇടതു വോട്ടുകൾ ചോരില്ല. സർക്കാരിന്റെ വികസനവും ജനക്ഷേമ പ്രവർത്തനവും ചർച്ചയാകുമെന്നും എം സ്വരാജ് പറഞ്ഞു. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടതുമുന്നണി അങ്ങനെ പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. CPM സ്ഥാനാർത്ഥി എം സ്വരാജ് 24 ചേരുന്നു. ഒരു സ്ഥാനാർത്ഥി എന്ന റോളിലേക്കാണ് ജന്മനാട്ടിലേക്ക് പോകുന്നത്. പുതിയൊരു റോളിലേക്ക് അങ്ങനെ പോകുമ്പോൾ എത്രത്തോളം കോൺഫിഡൻസ്? 100% ഒരു സംശയമില്ല. സ്ഥാനാർത്ഥി എന്ന് പോകുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. അവിടെ സ്ഥാനാർത്ഥിയായതിനു ശേഷം ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പി വി അൻവറിന്റെ മുന്നണി പ്രവേശനം ഏതെങ്കിലും തരത്തിൽ അത് UDFന് പ്രത്യേകിച്ചും അത് UDFിലേക്ക് പോകുമ്പോൾ ഒരു വെല്ലുവിളിയാകുമോ? അത് നമ്മുടെ ഒരു കാര്യമല്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഉത്കണ്ഠപ്പെടുന്നതേയില്ല. അത് UDF നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് അവർ പരിഹരിക്കട്ടെ. ഞാനതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുമുന്നണി MLA ആകുമ്പോൾ അതിൽ ഇടതു വോട്ടുകളിൽ ചോരാൻ സാധ്യതയുണ്ട് ഇനി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ? അതൊക്കെ ഇതിനോടകം തന്നെ നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന്റെ കെട്ടുറപ്പ് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് ആ കാര്യത്തിൽ ഞങ്ങളെ എതിർക്കുന്നവർക്ക് പോലും ഒരു സംശയം നിലവിലില്ല. 9 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലാകും എന്നുള്ളൊരു വിധിയാവോ? അക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് തീർച്ചയായും സർക്കാരിന്റെ വികസനവും ജനക്ഷേമ പദ്ധതികളും ഒക്കെ ആയിരിക്കും. അങ്ങ് നടത്തിയ പണ്ടത്തെ പരാമർശങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയിൽ വരുന്നുണ്ട്. അതെങ്ങനെയാണ് നേരിടുന്നത്? ഓരോരുത്തരും ഓരോർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യട്ടെ. എല്ലാവർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ശരി. രാഷ്ട്രീയ പോരാട്ടം കളത്തിലുണ്ടാവും. ഓക്കെ. തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമായി അങ്ങനെ സ്വരാജ് കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നിതിൻ അംബുജൻ, 24.